നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സ്ഫോടനത്തിന് പിന്നാലെ അതീവ ജാഗ്രതയിൽ രാജ്യതലസ്ഥാനം. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നിർണായക യോഗം ചേരുന്നു. കാർ പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഭീകരർ സൈന്യം ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചെന്ന് സൂചന. കശ്മീരിലും ഫരീദാബാദിലും പരിശോധന. നൌഗാം സ്വദേശി അറസ്റ്റിൽ. ഇസ്ലാമാബാദ് സ്ഫോടനത്തിൽ പാക് പ്രധാനമന്ത്രിയുടെ ആരോപണത്തിനു മറുപടിയുമായി ഇന്ത്യ. സ്വന്തം പൗരന്മാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പതിവ് തന്ത്രമെന്ന് പരിഹാസം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം പത്മകുമാറിലേക്ക്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാവകാശം തേടി പത്മകുമാർ. തട്ടിപ്പ് മുഴുവൻ ദേവസ്വം ബോർഡിന്റെ അറിവോടെയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സ്വർണ്ണക്കൊള്ള രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസ്. സന്നിധാനത്തെ പോലീസ് വിന്യാസത്തിലും സർക്കാരിന് ഗുരുതര വീഴ്ച. പ്രധാന ചുമതലയിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയെ നിയമിച്ചത് വിവാദത്തിൽ. വിവാദ പരാമർശവുമായി കേരള സർവകലാശാലയിലെ BJP സിൻഡിക്കേറ്റ് അംഗം. ഡീൻ വിജയകുമാരിയുടെ വീട്ടിൽ ഭക്ഷണം വിളമ്പുന്നത് ദളിത് വ്യക്തിയെന്ന് TG വിനോദ് കുമാർ. സെനറ്റ് യോഗത്തിനെത്തിയ VCയെ തടഞ്ഞ് SFI. ജാതി അധിക്ഷേപം നടത്തിയ വിജയകുമാരിയെ പുറത്താക്കണമെന്ന ആവശ്യം. വ്യാജ ആരോപണമെന്ന് BJP. തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവസാന ഘട്ടത്തിൽ. തിരുവനന്തപുരത്ത് LDFന് തലവേദനയായി വിമതർ. എറണാകുളത്ത് സീറ്റ് വിഭജനത്തിൽ BJP BDJS ഭിന്നത. പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പാലക്കാട് BJPയിലും ഭിന്നത രൂക്ഷം. തൊടുപുഴ നഗരസഭയിൽ കോൺഗ്രസിനോട് ഇടഞ്ഞ് കേരള കോൺഗ്രസ്. സ്ഥിര വരുമാനമില്ലാത്ത അമ്മയ്ക്ക് മക്കൾ ജീവനാംശം നൽകണമെന്ന ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. അമ്മയ്ക്കൊന്നും നൽകാനാവില്ലെന്ന് 2 ലക്ഷം രൂപ വരുമാനമുള്ള മകൻ. വിവാഹത്തിനെന്ന നിലയ്ക്ക് സ്വന്തം കുടുംബത്തെയാണ് സംരക്ഷിക്കേണ്ടതെന്ന വാദം തള്ളി. അമ്മയെ സംരക്ഷിച്ചേ മതിയാകൂ എന്ന് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ വിധി. മലപ്പുറത്ത് ഓട്ടിസം ബാധിതയായ മകളെ കൊലപ്പെടുത്തി അമ്മ ആത്മഹത്യ ചെയ്തു. 35-കാരിയായ അഞ്ജനയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തത് അമ്മ അനിതാകുമാരി. അഞ്ജനയെ വീടിന് പുറത്ത് വെള്ളം നിറച്ച ഡ്രമ്മിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അനിതാകുമാരി തൂങ്ങി മരിച്ച നിലയിൽ. മറ്റന്നാൾ റിലീസ് ചെയ്യാനിരിക്കെ ദുൽഖർ സൽമാൻ ചിത്രം കാന്ത കോടതിയിലേക്ക്. നവംബർ 26-ന് ഹാജരാകാൻ ദുൽഖറിന് കോടതിയുടെ നോട്ടീസ്. കുടുംബത്തിന്റെ അനുമതിയില്ലാതെയാണ് ഭാഗവതരുടെ ബയോപിക് എന്ന കൊച്ചുമകൻ പരാതി നൽകി. ഭൂട്ടാൻ വാഹന തട്ടിപ്പിൽ ചോദ്യം ചെയ്യാൻ അമിത് ചക്കാലക്കലിന് ED നോട്ടീസ്. ദുൽഖറിനെയും വിളിപ്പിക്കും. വിശദമായ വാർത്തകളിലേക്ക്. ഡൽഹിയിൽ നടന്നത് ചാവേർ സ്ഫോടനമാണോ? സ്ഫോടക വസ്തുക്കൾ കടത്തുമ്പോൾ അബദ്ധത്തിൽ പൊട്ടിയതാണോ എന്ന സംശയത്തിലാണ് അന്വേഷണ ഏജൻസികൾ. കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പൊട്ടിത്തെറിച്ചതെന്നും സ്ഫോടനത്തിന് ഉപയോഗിച്ച രാസവസ്തുക്കൾ അല്ലാതെ എക്സ്പ്ലോസീവ് ഡിവൈസ് കിട്ടിയിട്ടില്ലെന്നതും ചാവേർ ആക്രമണമല്ല എന്ന സംശയം ബലപ്പെടുത്തുന്നു. കൂട്ടാളികൾ പിടിയിലായതോടെ ഡോക്ടർ ഉമർ നബി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ സ്ഫോടനം സംഭവിച്ചതാകാമെന്ന നിഗമനത്തിലാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ഉള്ളത്. നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു നമുക്കൊപ്പം ചേരുകയാണ്. കിരൺ, ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ ഒരു നിഗമനം എങ്ങനെയാണ്? ഇതൊരു ചാവേർ സ്ഫോടനമല്ല, ആക്രമണമല്ല എന്ന നിലയിലേക്കാണോ എത്തുന്നത്? ആര്യ, അന്വേഷണ ഏജൻസികൾ പ്രധാനമായും ഇത് ഒരു ചാവേർ ബോംബ് സ്ഫോടനമാണോ അതോ ഈ എക്സ്പ്ലോസീവുകൾ കൊണ്ടുപോകുന്ന വഴിക്ക് പൊട്ടിത്തെറിച്ചതാണോ? ഈ 2 സംശയങ്ങൾ അവർക്ക് ശക്തമായി തന്നെയുണ്ട്. ഇതൊരു ചാവേർ സ്ഫോടനം അല്ല എന്നത് കാണാൻ, അല്ലെങ്കിൽ ആ നിഗമനത്തിൽ നിന്ന് മാറാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് സാധാരണഗതിയിൽ ഇങ്ങനെ ചാവേർ സ്ഫോടനം നടത്തുമ്പോൾ പരമാവധി പേരെ കൊലപ്പെടുത്തുക, അല്ലെങ്കിൽ ആ സ്ഫോടനത്തിന് ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി കാറ് പരമാവധി വേഗത്തിൽ ഇടിച്ച് ഏതെങ്കിലും ആൾക്കൂട്ടത്തിനിടയിലേക്കോ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലേക്ക് ഇടിച്ചു കയറ്റുക, ആ സമയത്തൊക്കെയാണ് ഇത് പൊട്ടിക്കുന്ന രീതിയുള്ളത്. ഇത് അങ്ങനെ ആയിരുന്നില്ല. ഇത് ഒരു സിഗ്നൽ ലൈറ്റിൽ പതിയെ വളരെ സാവധാനത്തിൽ കാറ് നീങ്ങുന്നതിനിടയിലാണ് പൊട്ടിത്തെറിച്ചതെന്നുള്ളതാണ്.
രണ്ടാമത്തെ ഒന്ന്, ജെയ്ഷെ മുഹമ്മദ് പോലൊരു സംഘടന ഇത്തരം ഒരു സ്ഫോടനത്തിന് വേണ്ടി ഒരാളെ പൂർണ്ണമായും ചാവേറാക്കി നിയോഗിക്കില്ല. കാരണം ഈ ജെയ്ഷെ മുഹമ്മദിൽ തന്നെ ആകെ 500-ൽ താഴെ അംഗങ്ങൾ മാത്രമാണ് ഉള്ളതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു സംഘടനയ്ക്ക് ഒരാളെ പൂർണ്ണമായി ഇതിന് ചാവേറാക്കേണ്ടതില്ല. ഈ കാർ ഒരു സ്ഥലത്ത് ഒരു ആൾക്കൂട്ടത്തിനിടയിൽ ഇട്ടിട്ട് ആളിന് മാറി നിന്ന് മറ്റെവിടങ്ങളിൽ നിന്നുകൊണ്ട് ഇത് പൊട്ടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ജീവൻ അപകടത്തിലാവില്ല. അത് മറ്റു സംശയത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ട കാരണം. ഇതിലൊക്കെ ശാസ്ത്രീയമായ മറ്റൊരു കാരണമുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം സ്ഫോടക വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് വലിയ സ്ഫോടനങ്ങൾ നടത്തുമ്പോൾ ഈ സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ കാണും. അതോടൊപ്പം തന്നെ ഇതിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയുള്ള, ഇത് കത്തിക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ പൊട്ടിത്തെറിപ്പിക്കാൻ വേണ്ടിയുള്ള മറ്റ് വസ്തുക്കളും കാണും. അതിന് ഇലക്ട്രിക് വയറോ മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഒക്കെ ആവശ്യമാണ്. അങ്ങനെ ഏതെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തരത്തിലേക്ക് ഈ രാസവസ്തുക്കളെ ഒരു ബോംബാക്കി മാറ്റുന്നത്. ആ ഒരു ട്രിഗർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അങ്ങനെ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ചാവേർ സ്ഫോടനമല്ല എന്നുള്ള ഒരു സംശയത്തിലേക്ക് വരുന്നത്. ഇപ്പോഴും ഏജൻസികൾ ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകിയിട്ടില്ല. മറിച്ച് ഏജൻസികൾക്ക് തെളിവുകൾ കിട്ടാൻ മറ്റു ചില കാരണങ്ങൾ കൂടി അതിലുണ്ട്. ഇത്തരം ശാസ്ത്രീയമായ കാരണങ്ങൾക്കൊപ്പുറം മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ശ്രീനഗറിലെ നൗഗ മേഖലയിൽ ഒക്ടോബർ 19-നാണ് ആദ്യമായി ഇന്ത്യ വിരുദ്ധ പോസ്റ്ററുകൾ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടത്. അത് എല്ലാം തന്നെ ജെയ്ഷെ മുഹമ്മദിനെ പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര കാശ്മീർ എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനയെ അനുകൂലിക്കുന്ന പോസ്റ്ററുകളായിരുന്നു അന്ന് പ്രധാനമായും ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഈ പോസ്റ്ററിൻ്റെ പുറകെ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് അവിടെ നിന്ന് 3-4 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ഒരാൾ ഇർഫാൻ അഹമ്മദ് എന്ന ഒരാളാണ്. ഈ ഇർഫാൻ അഹമ്മദ് എന്ന ആളിന് ഡോക്ടർമാരുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ള ആളാണ്. ഇയാളാണ് ഡോക്ടർമാരുമായി ഈ ഭീകര സംഘടനയ്ക്ക് ബന്ധമുണ്ടാക്കുന്നതിൽ ചില സംശയങ്ങൾ ഇയാളെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. അതേ തുടർന്ന് അയാളെയും അയാളുടെ ചില കൂട്ടാളികളെയും ഒക്കെ ചോദ്യം ചെയ്തു വരികയായിരുന്നു. നവംബർ 5-നാണ് UP-ലെ സഹാരൻപൂരിൽ നിന്ന് ഡോക്ടർ അദീൽ അഹമ്മദ് റാത്തറിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ അദീൽ അഹമ്മദ് റാത്തറിനെ സഹാരൻപൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ അറസ്റ്റിന് പിൻബലമായത് നേരത്തെ ശ്രീനഗറിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ആളെ തന്നെയാണ്. ശ്രീനഗറിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ഇർഫാൻ അഹമ്മദ് നൽകിയ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇതിനൊരു സംഘടന പ്രവർത്തിക്കുന്നുണ്ടെന്നും ഈ സംഘം ഈ തരത്തിലേക്ക് ഡൽഹിയിൽ അവർക്ക് കണ്ണിയിൽ ഉണ്ട് എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്നതും അങ്ങനെ സഹാരൻപൂരിൽ നിന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നവംബർ 8-ന് ജമ്മു കാശ്മീർ പോലീസ് തന്നെ ഹരിയാനയിലെത്തുന്നു. അവർ ഫരീദാബാദിൽ ഹരിയാന പോലീസിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെ അറസ്റ്റ് ചെയ്ത വഴിയാണ് ഇവരുടെ പിന്നിൽ മുസമ്മിൽ ഷക്കീലിനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ശ്രീനഗറിലേക്ക് ഈ ഷക്കീലിനെ കൊണ്ടുപോയി. ശ്രീനഗറിൽ ചെന്നപ്പോൾ ഈ ഷക്കീലിൻ്റെ വീട്ടിൽ പ്രത്യേക ഒരു അറയിൽ നിന്നും ഒരു AK-47 തോക്ക് ലഭിച്ചു. ഇതിനെ തുടർന്ന് അവർക്ക് സംശയങ്ങൾ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ വ്യാപകമായ, അതിനു മുമ്പ് വരെയും ഈ ഭീകര സംഘടനകളുമായി ആശയപരമായ ചില ബന്ധം അല്ലെങ്കിൽ അത്തരം സഹായങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഇവരൊരു ഭീകര പദ്ധതി, ഏതെങ്കിലും ഒരു സ്ഫോടനത്തിന് പദ്ധതി ഇട്ടിരുന്നു എന്നത് തെളിവുകൾ ലഭിച്ചിരുന്നില്ല. അതിൻ്റെ ഒരു സംശയം സ്വാഭാവികമായും പോലീസിനുണ്ടാകുന്നു. അങ്ങനെ അവർ അന്വേഷണം ശക്തമാക്കുന്നു. അന്വേഷണം ശക്തമാക്കിയതിനെ തുടർന്നാണ് ഇയാൾ വർക്ക് ചെയ്തിരുന്ന അൽ സലാഹ് ആരോഗ്യ സർവകലാശാലയിലേക്ക് അന്വേഷണം നീട്ടുന്നത്. തുടർന്ന് ശ്രീനഗറിലെ വീട്ടിലെ AK-47 കിട്ടിയതിനെ തുടർന്ന് വീണ്ടും ഇവർ ഫരീദാബാദിൽ ഇയാൾ താമസിച്ചിരുന്ന സ്ഥലത്തെത്തുന്നു. ഇയാൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നവംബർ 9-നാണ് പരിശോധന നടക്കുന്നത്. നവംബർ 9 നടത്തിയ പരിശോധനയിലാണ് 2900-ഓളം കിലോ അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള സ്ഫോടക വസ്തുക്കൾ, ഈ സ്ഫോടനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അവിടെ നിന്ന് കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ഒരു AK-47 തോക്ക് കണ്ടെത്തിയിരുന്നു, വാക്കി ടോക്കികൾ കണ്ടെത്തിയിരുന്നു. ഇതോടുകൂടി പോലീസ് ഉറപ്പിച്ചു ഇവർ വലിയ സ്ഫോടന പദ്ധതികൾ ഡൽഹിയിൽ നടപ്പാക്കാനുണ്ട്, അതിനുവേണ്ടിയാണ് ഇവർ അവിടെ എത്തിയത് എന്നുള്ളത് വ്യക്തമായിരുന്നു. ഇതേ തുടർന്ന് അവർ വീണ്ടും അന്വേഷണം ശക്തമാക്കി. ഇതിനെ തുടർന്നാണ് ഷഹീൻ സയ്യിദ് എന്ന് പറയുന്ന ഒരു വനിതാ ഡോക്ടറെ കണ്ടെത്തിയത്. ഈ വനിതാ ഡോക്ടറും ഈ സംഘാംഗത്തിൽപ്പെട്ട ആളാണ് എന്നുള്ള സൂചനകൾ അവർക്ക് ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണം ശക്തമാക്കുന്നതിനിടയിലാണ് ഇവരുടെ സുഹൃത്തു കൂടിയായി ഉമർ നബി എന്ന് പറയുന്ന ഈ ഡൽഹിയിൽ സ്ഫോടനം നടത്തി എന്ന് കരുതപ്പെടുന്നയാൾ, അല്ലെങ്കിൽ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്ന് കരുതപ്പെട്ട ആളും ഈ സംഘാംഗമാണ് എന്നുള്ളത് ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്നു. ഇതിനിടയിൽ അയാളെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ സമയത്ത് ഈ സ്ഫോടക വസ്തുക്കൾ, ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ, ആ സ്ഫോടക വസ്തുക്കൾ സുരക്ഷിതമായി മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന വഴി ഇവിടെ വെച്ച് പൊട്ടിത്തെറിച്ചാണോ എന്നുള്ളതാണ് ബലമായി പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു ചാവേർ ബോംബ് സ്ഫോടനത്തിന് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന സംഘടന ഉപയോഗിക്കുന്ന രീതികളോ അല്ലെങ്കിൽ ആ ചാവേർ ബോംബ് സ്ഫോടനത്തിൽ നിന്ന് അവിടെ നിന്ന് ലഭിക്കുക ഈ സ്ഫോടകത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കളല്ലാതെ എക്സ്പ്ലോസീവ് ഡിവൈസുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതും ഒക്കെ ഇത്തരം സംശയങ്ങൾ കാരണമാണ്. ഇത്തരം സംശയങ്ങളിലൊക്കെ അന്വേഷണം നടക്കുകയാണ്. ഹരിയാനയിൽ നിന്നും ഏകദേശം 10ഓളം പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശ്രീനഗറിൽ നിന്നും ഏകദേശം 10ഓളം പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ കസ്റ്റഡിയിലെടുത്ത ഇവരുടെയൊക്കെ അടുത്ത ബന്ധുക്കളുടെ പേരുകളല്ലാതെ മറ്റു വിവരങ്ങളൊന്നും തന്നെ
അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ NIA-യുടെ നേതൃത്വത്തിലാണ് ഒരു 10 അംഗ സംഘമാണ് ഇപ്പോൾ പ്രധാനമായും അവിടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ കൂടുതൽ തെളിവുകൾ ലഭ്യമാകുമെന്നും ഇത് ഒരു ചാവേർ ബോംബ് സ്ഫോടനമാണോ അതോ ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനിടയിൽ പൊട്ടിത്തെറിച്ചതാണോ എന്നതൊക്കെ തിരിച്ചറിയാൻ കഴിയും. കേരള കേഡർ IPS-കാരനായിരുന്ന വിജയ് സാക്കറെ, NIA ഡയറക്ടർ വിജയ് സാക്കറയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ്, 10 അംഗ അന്വേഷണ സംഘമാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. യെസ്, കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ചാവേർ സ്ഫോടനമാണോ എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു എക്സ്പ്ലോസീവ് ഡിവൈസ് കിട്ടാത്തത് കൊണ്ടാണ്, ഒരുപക്ഷെ അങ്ങനെ ആകാനുള്ള സാധ്യതയില്ല. മറ്റ് ഈ എക്സ്പ്ലോസീവ് ആകുന്ന വസ്തുക്കൾ കൊണ്ടുപോകുന്ന വഴിയിൽ പൊട്ടിത്തെറിച്ചതാകാം എന്നുള്ള ഒരു നിഗമനത്തിലേക്കൊക്കെ അന്വേഷണ സംഘം ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കിരൺ ബാബു നമുക്കൊപ്പം തുടരുന്നുണ്ട്. കിരൺ, ഒരു കാര്യം കൂടി, അതായത് ഈ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ സുരക്ഷ അത് എത്രത്തോളം ഉലച്ച വിഷയമാണെന്ന് നമുക്കറിയാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ഇപ്പോൾ ചേരുന്നുണ്ട്. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, അശ്വിനി വൈഷ്ണവ് തുടങ്ങിയ മന്ത്രിമാരും എല്ലാം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ യോഗവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ് കിരൺ? ആര്യ, ഏറ്റവും സുപ്രധാനമായ യോഗമാണ്. യോഗവുമായി ബന്ധപ്പെട്ട് യോഗം ചേരുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റു വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉന്നതതല യോഗം ആണ് ചേരുന്നത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ചേരുന്നത്. നേരത്തെ തന്നെ IB-യുടെ തലവനുമായിട്ടും NIA ഡയറക്ടർ ജനറലുമായിട്ടും ഒക്കെ നേരത്തെ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏജൻസികളുടെ എല്ലാം തലവന്മാർ ആ തരത്തിലേക്ക് ആശയവിനിമയം നടത്തിയിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായും പ്രതിരോധ മന്ത്രിയുമായിട്ടും എല്ലാം കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ നടത്തിയിരുന്നു. ഇതോടൊപ്പമാണ് പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം നടന്ന സ്ഫോടനം. അത് ഇന്ത്യയാണ് അങ്ങനെ ഒരു സ്ഫോടനം ആസൂത്രണം ചെയ്തെന്ന ആരോപണം ആഗോളതലത്തിൽ പാകിസ്ഥാൻ ഉന്നയിക്കുന്നു. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ആ തരത്തിൽ പാകിസ്ഥാനെ സഹായിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകളൊക്കെ വ്യക്തമാക്കുന്നു. ആ ഘട്ടത്തിൽ ഇന്ത്യക്ക് അത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഇനിയും കൂടുതൽ മറുപടിയൊക്കെ നൽകേണ്ടതുണ്ട്. ഇന്ത്യ കൃത്യമായി തന്നെ അത് നിഷേധിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് അതിൽ യാതൊരു പങ്കുമില്ല എന്നത് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരം വിഷയങ്ങളുണ്ട്. തുടർന്ന് ഈ അന്വേഷണം ഈ ജെയ്ഷെ മുഹമ്മദെ പോലൊരു സംഘടനയാണ് ഡൽഹിയിൽ വന്ന് ഇങ്ങനെ ഒരു സ്ഫോടനത്തിന് ആസൂത്രണം ചെയ്യുകയോ നടപ്പാക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ ഇവർ ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ ലക്ഷ്യങ്ങളായിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവർ ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ മറ്റേതെങ്കിലും മേഖലയിൽ ഇതിലും വലിയ ഒരു ആക്രമണം പദ്ധതിയിട്ടിട്ടുണ്ടാവണം. ഒരേ സമയം സാധാരണഗതിയിലൊക്കെ ഇവർ പല സ്ഥലങ്ങളിലായി സ്ഫോടനം നടത്താറുണ്ട്. അത്തരമൊക്കെ ദില്ലിയിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ഈ 2900 കിലോ വരുന്ന സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ, ഇതെല്ലാം സംശയം ബലപ്പെടുത്തുന്നതാണ്. എങ്ങനെ അവർ ഡൽഹി വരെ എത്തി എന്നുള്ളതൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഏതെല്ലാം തരത്തിൽ ഇതിൻ്റെ എങ്ങനെയാണ് വീഴ്ച സംഭവിച്ചത്, ഈ വീഴ്ചയിൽ എങ്ങനെയൊക്കെ സുരക്ഷ ഇനി ശക്തമാക്കേണ്ടതുണ്ട്, ഇതിന് എങ്ങനെയാണ് ഈ ഭീകര സംഘടനയ്ക്ക് ഇന്ത്യക്ക് മറുപടി നൽകേണ്ടത്, അത്തരം സുപ്രധാനമായ തീരുമാനങ്ങളൊക്കെ എന്തായാലും ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നും യോഗത്തിൽ ചർച്ച ഉണ്ടാകുമെന്നും തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ ഉറപ്പാണ്. പക്ഷേ യോഗം കഴിഞ്ഞാലും ഔപചാരികമായ പുറത്തു പറയാവുന്ന ചില വിവരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ യോഗത്തിൻ്റെ കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള വിവരങ്ങളെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഇത്തരം യോഗങ്ങളിലൊന്നും ഒരിക്കലും പുറത്തുവിടാറില്ല. അതൊക്കെ പിന്നീട് ചിലപ്പോൾ നടന്നു കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ നമ്മൾ അറിയുന്നത് തന്നെ, ചിലപ്പോൾ നടന്നു കഴിഞ്ഞാലും അത് അറിയണം എന്നൊന്നുമില്ല. അത്തരം കാര്യങ്ങളൊക്കെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപരമായ തീരുമാനങ്ങളൊക്കെയാണ്. അതിൻ്റെ ഒരു രാഷ്ട്രീയമായ അനുമതി കൂടിയാണ്. ഇത് ഇപ്പോൾ മറ്റൊന്നും ചെയ്യണമെന്നൊക്കെ ധാരണയായി കാണും. അതിൻ്റെ രാഷ്ട്രീയമായ അനുമതി എന്നതുകൂടിയാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇത്തരം ഒരു പ്രധാനപ്പെട്ട വകുപ്പിൻ്റെ മന്ത്രിമാരെല്ലാം ചേർന്ന് ഇങ്ങനെ ഒരു ഉന്നതതല യോഗം ചേരുന്നതിൻ്റെ ലക്ഷ്യം. യെസ്, തീർച്ചയായും. കിരൺ ബാബുവാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. പാകിസ്ഥാനിലെ ഇരട്ട ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്ന ഷഹബാസ് ഷെരീഫിന്റെ ആരോപണങ്ങൾക്ക് ചുട്ട മറുപടിയുമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. സ്വന്തം പൗരന്മാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പതിവ് തന്ത്രമാണിതെന്നാണ് ഇന്ത്യയുടെ പരിഹാസം. അന്താരാഷ്ട്ര സമൂഹത്തിന് യാഥാർത്ഥ്യം അറിയാമെന്നും പാക് തന്ത്രങ്ങളിൽ ലോകരാജ്യങ്ങൾ വീഴില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇന്നലെ ഉച്ചയോടെയാണ് ഇസ്ലാമാബാദ് കോടതിക്ക് സമീപം 12 പേരുടെ മരണത്തിനിടയാക്കിയ കാർ ബോംബ് സ്ഫോടനം നടന്നത്. സംഭവത്തിൽ 27 പേർക്ക് പരുക്കേറ്റു. പാകിസ്ഥാൻ താലിബാൻ എന്നറിയപ്പെടുന്ന തെഹ്രീക്ക് താലിബാനാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അനിസ്ലാമിക നിയമങ്ങൾ പ്രകാരം വിധികൾ നടപ്പിലാക്കിയ ജഡ്ജിമാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥരെന്നിവരെയാണ് ലക്ഷ്യമിട്ടതെന്നാണ് TTP പ്രസ്താവനയിൽ അറിയിച്ചത്. ഖൈബർ പക്തൂൺ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന വാനയിലെ കേഡറ്റ് കോളേജിലും തെഹ്രീക്ക് താലിബാൻ ആക്രമണം നടത്തിയിരുന്നു. ഇവിടെയും കാർ ബോംബ് സ്ഫോടനം നടത്താനായിരുന്നു നീക്കം. ഒപ്പം വിദ്യാർത്ഥികളെ ബന്ദികളാക്കാനും ശ്രമം നടത്തി. തുടർന്ന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇടപെടലിലാണ് ഇത് തകർക്കാനായത്. 2 സംഭവത്തിലും TTPയുടെ സാന്നിധ്യം തെളിഞ്ഞിട്ടും വിഷയം ഇന്ത്യയുടെ തലയിലിടാനാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ശ്രമിച്ചത്. പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസത്തിന്റെ ഭാഗമാണ് ആക്രമണങ്ങളെന്നാണ് ഷഹബാസിന്റെ ആരോപണം.
എന്നാൽ യാതൊരു തെളിവുമില്ലാതെ വെള്ളത്തിൽ വരച്ച വര പോലെയായിരുന്നു പാക് വാദങ്ങൾ. വിഷയത്തിൽ ഷഹബാസ് ഷെരീഫിന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ചുട്ട മറുപടി നൽകി. സ്വന്തം പൗരന്മാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ പതിവ് തന്ത്രമാണ് ഇതെന്നാണ് പരിഹാസം. അന്താരാഷ്ട്ര സമൂഹത്തിന് യാഥാർത്ഥ്യം അറിയാം. ശ്രദ്ധ മാറ്റാനുള്ള ശ്രമങ്ങളിൽ ലോകരാജ്യങ്ങൾ വീഴില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളാണ് ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കിയുള്ള ഔദ്യോഗിക പ്രസ്താവന പങ്കുവച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാകിസ്ഥാനിലും ഇന്ത്യയിലും നടന്ന ആക്രമണങ്ങളിൽ ഇരട്ടത്താപ്പുമായി അമേരിക്ക. ഇസ്ലാമാബാദിൽ നടന്ന കാർ ബോംബ് സ്ഫോടനത്തിൽ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ച US എംബസി ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ പാകിസ്ഥാൻ ഒപ്പമുണ്ടെന്ന് എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചു. അതേസമയം ചെങ്കോട്ടയിലെ സ്ഫോടനത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയുള്ള സെർജിയോ ഗോറിന്റെ എക്സ് പോസ്റ്റിൽ ഭീകരവാദം എന്നൊരു പരാമർശം ഇല്ല. വിഷയത്തിൽ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. ചെങ്കോട്ടയിൽ കാർ ബോംബ് സ്ഫോടനം നടന്ന് ഒരു ദിവസം വൈകിയാണ് ഇന്ത്യയിലെ US എംബസി അനുശോചനം രേഖപ്പെടുത്തിയത്. ന്യൂഡൽഹി സ്ഫോടനത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊപ്പം തങ്ങളുടെ മനസ്സും പ്രാർത്ഥനയും ഉണ്ടെന്നായിരുന്നു എക്സ് പോസ്റ്റ്. പരുക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും പുതുതായി ചുമതലയേറ്റ ഇന്ത്യൻ അംബാസിഡർ സെർജിയോ ഗോർ പറഞ്ഞു. എന്നാൽ അതിലെവിടെയും ഭീകരവാദവുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു പരാമർശവും ഉണ്ടായിരുന്നില്ല. അതേസമയം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടന്ന സ്ഫോടനത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ പാക് US എംബസി ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഒപ്പമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. രാജ്യത്ത് സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കാനുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നാണ് എംബസി വ്യക്തമാക്കിയത്. ആക്രമണങ്ങൾക്ക് കാരണം ഇന്ത്യയാണെന്ന ഷഹബാസ് ഷെരീഫിന്റെ ആരോപണം നിലനിൽക്കെയാണ് അമേരിക്കയുടെ പിന്തുണ എന്നതും ശ്രദ്ധേയമാണ്. US നിലപാടിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. ഇന്ത്യയിലെ പുതിയ US അംബാസിഡർ ചുമതലയേറ്റത് ഇന്നലെയായതിനാലാണ് അമേരിക്കയുടെ അനുശോചനം വൈകിയത് എന്ന് കരുതാമെങ്കിലും പാകിസ്ഥാന് നൽകുന്ന അളവിൽ കവിഞ്ഞ പിന്തുണയുടെ അർത്ഥമെന്താണെന്ന് വ്യക്തമല്ല. വിഷയത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ N വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്യാൻ നീക്കം തുടങ്ങി അന്വേഷണ സംഘം. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും പത്മകുമാർ സാവകാശം തേടി. അതിനിടെ എല്ലാം ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് തന്നെ എന്ന റിമാൻഡ് റിപ്പോർട്ടും പുറത്തുവന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകുന്നതിനിടെ വിശ്വസ്തനായ N വാസുവിന്റെ അറസ്റ്റ് CPM-നെ പ്രതിസന്ധിയിലാക്കുകയാണ്. N വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ ഗുരുതര പരാമർശങ്ങളാണ് രാഷ്ട്രീയ നേതൃത്വത്തിനും കുരുക്കാവുന്നത്. N വാസു സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. സ്വർണം പൂശിയെന്ന പരാമർശം കമ്മീഷണർ മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു. ദേവസ്വം ബോർഡിന്റെ പങ്ക് വ്യക്തമാക്കിയാണ് റിമാൻഡ് റിപ്പോർട്ട് എന്നതാണ് ശ്രദ്ധേയം. ദേവസ്വം ഉദ്യോഗസ്ഥർ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരുടെ മൊഴിയിൽ വാസുവിന്റെ പങ്ക് വ്യക്തമാണെന്നും അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിലെ ഈ പരാമർശങ്ങളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന A പത്മകുമാറിനും കുരുക്കാവുന്നത്. N വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെ കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. 2019-ൽ A പത്മകുമാർ അധ്യക്ഷനായ ദേവസ്വം ബോർഡ് കേസിൽ പ്രതിപ്പട്ടികയിലുണ്ട്. പത്മകുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. അക്കാലയളവിലെ സെക്രട്ടറിമാർ, ഉദ്യോഗസ്ഥർ, മറ്റു ജീവനക്കാർ എന്നിവരുടെ മൊഴി അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ്. ഇത് പൂർത്തിയായ ശേഷം പത്മകുമാർ അടക്കമുള്ള ബോർഡ് അംഗങ്ങൾക്കെതിരെയുള്ള നടപടികളിലേക്ക് സംഘം കടക്കുമെന്നാണ് സൂചന. പത്മകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘം വിളിപ്പിച്ചെങ്കിലും പത്മകുമാർ സാവകാശം തേടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ അന്വേഷണം രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തുന്നത് സർക്കാരിനും CPM-നും വലിയ കുരുക്കാണ്. ന്യൂസ് 18, തിരുവനന്തപുരം. N വാസുവിന്റെ അറസ്റ്റോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെതിരെ രാഷ്ട്രീയ നീക്കം ശക്തമാക്കി കോൺഗ്രസ്. സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ മുതിർന്ന നേതാക്കൾ എല്ലാവരും പങ്കെടുത്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സർക്കാർ മറയാക്കിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ജനങ്ങളുടെ മുന്നിലേക്ക് വരുമായിരുന്നില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. നമുക്കറിയാം, ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് ഒറ്റ കാര്യത്തിൽ മാത്രം ഊന്നിയാൽ മതി. ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതിപ്പോഴും വെളിച്ചത്ത് വരുമായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് പൊതുസമൂഹത്തിന് മുന്നിലുള്ള ചോദ്യം. ദേവസ്വം ബോർഡിന് പേരുണ്ടായിരിക്കാം, പക്ഷേ അത് സാധാരണ കോർപ്പറേഷനും ബോർഡും പോലെയുള്ള ഒരു ബോർഡായിട്ട് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ദേവസ്വം ബോർഡ് സംതിങ് ഡിഫറെന്റ് ദാൻ അതർ ബോർഡ്. മറ്റു ബോർഡുകളിൽ നിങ്ങൾ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നുണ്ട്.
ആവശ്യത്തിന് കമ്മീഷൻ ഉണ്ടാക്കാനുള്ള വേദിയാക്കി മറ്റു ബോർഡുകളെ മാറ്റുന്നുണ്ട്. കമ്മീഷൻ ഉണ്ടാക്കാനുള്ള വേദിയാക്കി മറ്റു ബോർഡുകളെ മാറ്റുന്ന നിങ്ങൾ ദേവസ്വം ബോർഡിനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം സമർപ്പിക്കപ്പെടുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കേണ്ട ഒരു ബോർഡിനെ നിങ്ങൾ രാഷ്ട്രീയ ഉദ്ദേശം വെച്ച് നടപ്പിലാക്കിയതിന്റെ പരിണിത ഫലമാണ് വിശ്വാസികളുടെ നെഞ്ചത്ത് മുറിവേറ്റ ഏറ്റവും വലിയ ഈ അന്താരാഷ്ട്ര ബന്ധമുള്ള സ്വർണ്ണ കള്ളക്കടത്തുണ്ടായിരിക്കുന്നത്. ശബരിമല പോലീസ് വിന്യാസത്തിൽ ഗുരുതര വീഴ്ച. സന്നിധാനത്ത് പ്രധാന ചുമതലയിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയെ നിയമിച്ചതിലാണ് വിവാദം. നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയാണ് സന്നിധാനത്ത് പോലീസ് കൺട്രോളറായി എത്തിയത്. അടൂർ ക്യാമ്പിലെ SI R കൃഷ്ണകുമാറിനെ നിയമിച്ചതിനെതിരെയാണ് ആരോപണം ഉയരുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇമിഗ്രേഷനിൽ ജോലി ചെയ്യവേ 2014 സ്വർണ്ണക്കടത്തിൽ അറസ്റ്റിലാവുകയായിരുന്നു. CBI അറസ്റ്റ് ചെയ്ത് 15 ദിവസം ജയിലിൽ കിടന്നു. 3 വർഷം സസ്പെൻഷനിലായിരുന്നു. നിയമനം സംബന്ധിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി. ശബരിമല ഡ്യൂട്ടിയിലുള്ള മുഴുവൻ പോലീസുകാരെ സംബന്ധിച്ചും കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ADGP S ശ്രീജിത്തിനാണ് കോടതി നിർദ്ദേശം നൽകിയത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. തലസ്ഥാന നഗരഭരണം നിലനിർത്താൻ ഒരുങ്ങുന്ന ഇടതു മുന്നണിക്ക് വെല്ലുവിളിയായി വിമതശല്യം. CPMന്റെ സിറ്റിംഗ് വാർഡായ വാഴോട്ടുകോണത്ത് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV മോഹനാണ് വിമത സ്ഥാനാർത്ഥി. പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകൻ ചെമ്പഴന്തിയിലും വിമത സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. വെങ്ങാനൂരിൽ ജനതാദൾ എസും RJDയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം നഗരസഭാ വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം CPMനും തലവേദനയാവുകയാണ്. ഇതിനകം 2 റിബൽ സ്ഥാനാർത്ഥികൾ CPM പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ വിമത സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം ഉറപ്പായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെമ്പഴന്തിയാണ്. അവിടെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകനാണ് സ്ഥാനാർത്ഥിക്കെതിരെ CPMന്റെ പ്രഖ്യാപിത സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത്. കടകംപള്ളി സുരേന്ദ്രൻ മുൻ മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ MLAയുടെ ഇടപെടലുകളാണ് അവിടെ വിമതനെ രംഗത്തിറക്കാൻ ഒരു വിഭാഗത്തെ പ്രേരിപ്പിച്ചത്. കടുത്ത വിമർശനമാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ ആനി അശോകൻ ഉയർത്തിയത്. ഞാൻ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ടല്ല, ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ ബലിയാടാവുകയാണ്. എന്നെപ്പോലെ നിരവധിയായിട്ടുള്ള ആൾക്കാർ ഈ പാർട്ടിക്കകത്തിട്ട് ഇതേപോലെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ചെയ്യാൻ പറ്റാതെ അച്ചടക്കമുള്ള ഒരു കേഡർമാരായിട്ട് ഇതിനകത്ത് ഇങ്ങനെ മാനസിക വ്യത അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇതൊന്നും പരിശോധിക്കാൻ പാർട്ടിക്ക് ഇവിടെ ഒരു സംഘടനാ സംവിധാനവും ഇല്ല. അതിനനുസരിച്ച് ഇദ്ദേഹം ജില്ലാ കമ്മിറ്റി, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മുതൽ ഏരിയ കമ്മിറ്റി വരെ അങ്ങനെയുള്ള ആൾക്കാരെ, അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരെ ഇദ്ദേഹം കേന്ദ്രീകരിച്ച് വെച്ചിട്ടുണ്ട്. CPMന്റെ സിറ്റിംഗ് വാർഡായ വാഴോട്ടുകോണമാണ് വിമത ഭീഷണി നേരിടുന്ന മറ്റൊരു പ്രദേശം. അവിടെ ഷാജി എന്നയാളെയാണ് CPM സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അതിനെതിരെ പ്രാദേശിക പ്രവർത്തകർ നേരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് തന്നെ വലിയ അമർഷവും പരാതിയും ഒക്കെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അത് അവഗണിച്ചുകൊണ്ടാണ് അവിടെ ഷാജിയെ സ്ഥാനാർത്ഥിയായി, 3-ാം വാർഡ് ഷാജിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അതിനെതിരെ വട്ടിയൂർക്കാവ് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ KV മോഹനൻ വിമത സ്ഥാനാർത്ഥിയെ രംഗത്ത് വരുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വഴിപിഴച്ച പോക്കാണ് നേതൃത്വത്തിന്റേത്. അതുകൊണ്ട് തന്നെ അതിനെ തിരുത്താൻ തന്റെ സ്ഥാനാർത്ഥി ഉപകരിക്കുമെന്നാണ് മോഹനൻ പറയുന്നത്. അദ്ദേഹത്തിന് പിന്തുണയുമായി CPMന്റെ പ്രാദേശിക പ്രവർത്തകരടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും പിന്മാറില്ല, നേതൃത്വം വേണമെങ്കിൽ തിരുത്തിക്കോട്ടെ, ഷാജിയെ പിൻവലിക്കട്ടെ. ഇതാണ് മോഹനന്റെയും ഒപ്പമുള്ളവരുടെയും നിലപാട്. ഒരു സിറ്റിംഗ് വാർഡിലും ഇത്തരത്തിൽ CPM ഇവിടെ വിമത ഭീഷണി നേരിടുകയാണ്. ജനം എങ്ങനെ കണ്ടിരുന്നെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ നേതൃത്വം അതും കൂടെ കാണണമായിരുന്നു. നേതൃത്വത്തിന്റെ ഒരു വീഴ്ചയായിരുന്നു അത്. ജനത്തിന്റെ ഒരു വികാരം ഞാൻ ഏറ്റെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ പാർട്ടിക്കെതിരെ മത്സരിക്കുന്നില്ല. പാർട്ടി തന്നെയാണ് ഞാനിപ്പം. എന്നെ ഞാനാക്കിയത് എന്റെ പാർട്ടിയാണ്. അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. പക്ഷേ ചില നേതാക്കളുടെ നമ്മുടെ വഴിപിഴച്ച പോക്ക് എന്ന് തന്നെ പറയാം, അതിന് വശംവദനാകാൻ നമ്മളെ കിട്ടില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അസാധാരണമായ മറ്റു സംഭവം ഉണ്ടായത് വെങ്ങാനൂർ വാർഡാണ്. ജനതാദൾ എസിന്റെ സിറ്റിംഗ് വാർഡാണ് അവിടെ ഇത്തവണയും ജനതാദൾ സീറ്റ് ആഗ്രഹിച്ചു. CPM നേതൃത്വം ജനതാദൾ എസിന് തന്നെ സീറ്റ് നൽകിയെന്നാണ് അവരുടെ അവകാശവാദം. അവിടെ ജനതാദൾ എസിന് പുറമെ RJDയും അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 സ്ഥാനാർത്ഥികളുടെയും പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും വാർഡിൽ പതിച്ചു കഴിഞ്ഞു. RJD സ്ഥാനാർത്ഥിയുടെ ആളുകൾ JDS സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് ബോർഡുകൾ എടുത്തു മാറ്റുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അവിടെയും വലിയ തർക്കങ്ങൾ നടത്തുന്നത്. ഇന്ന് ചേർന്ന CPMന്റെ ജില്ലാ സെക്രട്ടറി യോഗം വിഷയം ചർച്ച ചെയ്യുകയും 2 പാർട്ടികളുടെയും സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണം,
ജനതാദളിന്റെ വാർഡാണ്. പക്ഷേ ആർക്ക് വേണം, ആര് മത്സരിക്കണം എന്ന കാര്യത്തിലൊക്കെ അവർ തീരുമാനമെടുക്കേണ്ട നിലപാടാണ് അവിടെ ഇടതുമുന്നണി നേതൃത്വം, CP നേതൃത്വം സ്വീകരിക്കുന്നത്. അതായത് ഇനിയും 8 വാർഡുകളിൽ കൂടി തലസ്ഥാന നഗരസഭയിലേക്ക് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറുണ്ട്. ഈ തർക്കങ്ങൾ തുടരുകയാണ്. പലയിടങ്ങളിലും വിമത ശല്യവും പതിവിൽ നിന്ന് വ്യത്യസ്തമായി CPM-ന് ഭരണം നിലനിർത്താനൊരുങ്ങുന്ന CPM-നും ഇടതുമുന്നണിക്കും തലവേദനയുണ്ടാക്കുകയാണ്. വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. തിരുവനന്തപുരം മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിനെതിരെ CPM-ന്റെ പരാതി. സ്ഥിരതാമസമുള്ള വിലാസത്തിലല്ല വോട്ടെന്ന് ആരോപിച്ചാണ് പരാതി. ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്ന് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നു. വൈഷ്ണ നഗരസഭാ ഓഫീസിൽ ഹിയറിംഗിനും ഹാജരായി. കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾക്കറിയാലോ, വെള്ളിയാഴ്ചയാണ് സൈറ്റ് ക്ലോസ് ആയത് വോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പം അന്ന് അവിടെയുള്ള CPM-ന്റെ ആൾക്കാർ വന്ന് ഇവിടെ പരാതിപ്പെടുകയായിരുന്നു, ഞങ്ങളുടെ വോട്ട് കട്ട് ചെയ്യണം, റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച എന്നെ വിളിച്ചിട്ടില്ല. ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച 12 മണിക്ക് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നു. ഒരു 10-11 മണിക്കാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, നോട്ടീസ് വന്ന് കൈപ്പറ്റണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ശബരിശേട്ടൻ നോക്കിയിട്ട് ആലോചിച്ചു, വൈകിട്ട് 5 മണിക്കകം വന്ന് നോട്ടീസ് കൈപ്പറ്റി. അപ്പോൾ ഇന്ന് ഹിയറിംഗ് ആണ്. എന്താവും അറിയില്ല, കാരണം കാൻഡിഡേറ്റ്ഷിപ്പിലേക്ക് വന്നതിന് ശേഷമാണ് ഇത്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത്. വോട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, എനിക്ക് മറ്റു സ്ഥലങ്ങളിലൊന്നും വോട്ടില്ല. ഞങ്ങളുടെ കുടുംബ വീട് അവിടെയാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾക്ക് വോട്ടുള്ളത്. ഞങ്ങൾ വർഷങ്ങളായി അവിടെ തന്നെയാണ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വോട്ട് റിമൂവ് ചെയ്യണം എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ മറ്റു പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. കൊച്ചി കോർപ്പറേഷനിൽ 70 സീറ്റുകളിലെ ഇടത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ കൌൺസിലിലെ 6 പേരടക്കം 16 മുൻ കൌൺസിലർമാർ മത്സരരംഗത്തുണ്ട്. നേരത്തെ കോൺഗ്രസ് കൌൺസിലർമാരായിരുന്ന AB സാബു, MB മുരളീധരൻ, ഗ്രേസി ജോസഫ് എന്നിവർ ഇടത് സ്ഥാനാർത്ഥികളായി മത്സരിക്കും. കോൺഗ്രസിന് ശേഷിക്കുന്ന 25 സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടി നാളെ പ്രഖ്യാപിക്കും. ഇതിനകത്ത് മത്സരിക്കുന്നവരിൽ നിലവിലെ കൌൺസിലർമാരായിട്ടുള്ള 9 പേർ ഈ പാനലിനകത്ത് മത്സരിക്കുന്നുണ്ട്. മുൻ കൌൺസിലർമാരായിട്ടുള്ള 16 പേർ, നേരത്തെ ജനപ്രതിനിധികളായിട്ടുള്ള 16 പേർ ഇതിന്റെ പാനലിന്റെ ഭാഗമായിട്ടുണ്ട്. ഇതിലെ സ്ത്രീ പങ്കാളിത്തം എന്നുള്ളത്, സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന സമൂഹമാണ് നമ്മുടേത്. സ്ത്രീ പ്രാതിനിധ്യം നിയമാനുസൃതമായ കാഴ്ചപ്പാടിൽ നിന്നും അതിലും അധികരിച്ചുകൊണ്ട് ഏതാണ്ട് 56% പങ്കാളിത്തം ഉറപ്പുവരുത്താൻ കഴിയത്തക്ക വിധത്തിൽ സ്ത്രീ പങ്കാളിത്തം വളരെ ശ്രദ്ധാപൂർവം എടുത്തുകൊണ്ടാണ് ഈ പാനൽ വച്ചിട്ടുള്ളത്. കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഇടത് മുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്ന് പുറത്തു വന്നത്, പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ 6 സീറ്റുകൾ മാത്രമാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. ബാക്കിയുള്ള സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ, ഇടതുമുന്നണിയുടെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇതിൽ പ്രഖ്യാപിച്ചതിൽ എടുത്തു പറയാനുള്ളത്, പഴയ നഗരസഭാ കൌൺസിൽ കാലത്ത് കഴിഞ്ഞ ടൈമിന് മുൻപുണ്ടായിരുന്ന ടൈമിൽ കൊച്ചി കോർപ്പറേഷൻ കൌൺസിലർമാരിൽ കോൺഗ്രസ് കൌൺസിലറായ 3 പേരോളമാണ് ഇപ്പോൾ ഇടതുമുന്നണിയുടെ പാനലിൽ ഇടം നേടിയിരിക്കുന്നത്. അവരെ ചിലർ നേരത്തെ തന്നെയും കോൺഗ്രസ് വിട്ട ഇടതുമുന്നണിയുമായിട്ട്, പ്രത്യേകിച്ച് CPM-ഉമായിട്ട് തന്നെ നേരിട്ട സൗഹൃദത്വം പ്രഖ്യാപിച്ചിരുന്നു. അവരെല്ലാവരും തന്നെ ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ടെന്നുള്ളതാണ്. AB സാബു, അതോടൊപ്പം തന്നെ ഗ്രേസ് ജോർജ്, MB മുരളീധരൻ തുടങ്ങിയവരെല്ലാം തന്നെ ഈ പട്ടികയിൽ ഇടം നേടി മത്സരിക്കുന്നു. അതോടൊപ്പം നേരത്തെ ഇടത് സ്വതന്ത്രനായി എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച ഷാജി ജോർജും ഈ വാർഡുകളിലേക്ക് മത്സരിക്കുന്നു എന്നത് കൂടിയുണ്ട്. ഇങ്ങനെ ഒരു തുടർ ഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് ആണ് ഇത്തവണ ഇടതുമുന്നണി മുന്നോട്ട് നീങ്ങുന്നത്. കൂടുതൽ സീറ്റുകളിൽ വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനും തർക്കങ്ങളില്ലാതെ പ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ശേഷിക്കുന്നവയിൽ ഒരു പ്രഖ്യാപനം നടത്താനുള്ളതിൽ 1 സീറ്റ് മാത്രമാണ് CPM-ൻ്റേതുള്ളത്. മറ്റുള്ളത് ഘടകകക്ഷികളുടെ സീറ്റുകളാണ്. ഏതായാലും പ്രഖ്യാപനം നടത്തിയ സീറ്റുകൾ വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികൾ പ്രചരണത്തിലേക്കെല്ലാം തന്നെ കടന്നിട്ടുണ്ട്. ഒരു തുടർ ഭരണം കിട്ടുകയാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും ശുചിത്വമുള്ള നഗരമാക്കി കൊച്ചിയെ മാറ്റുമെന്ന വാഗ്ദാനമാണ് ഇടതുമുന്നണി നൽകുന്നത്. വലിയ പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞുവെന്നത് തങ്ങളുടെ നേട്ടമായിട്ട് അവർ ഉയർത്തി കാണിക്കുകയുമെല്ലാം ചെയ്യുന്നുണ്ട്. UDF ക്യാമ്പിലായിട്ട് ഇനിയും സ്ഥാനാർത്ഥികൾ ഇനിയും പ്രഖ്യാപിക്കാനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരുന്നു. അതിലിനി 45 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇനിയും 20-ലധികം ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. അത് ഈ ദിവസവും ചർച്ചകൾ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് വന്നിട്ടില്ല. വരും ദിവസം അത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ രീതിയിൽ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെ 2 വിഭാഗവും പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് രംഗം കുറെ കൂടി ശക്തമാകും, പ്രചാരണ രംഗം കുറെ കൂടി ശക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കൊച്ചി കോർപ്പറേഷൻ സീറ്റ് വിഭജനത്തിൽ NDAയിൽ ഭിന്നത. സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ BDJS പങ്കെടുത്തില്ല. 7 സീറ്റുകളിലാണ് തർക്കം. ഹിജാബ് വിവാദം ഉണ്ടായ പള്ളുരുത്തി സ്കൂളിലെ PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ പള്ളുരുത്തി കച്ചേരിപ്പടി വാർഡിൽ NDA സ്ഥാനാർത്ഥിയാകും. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ടിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊച്ചി കോർപ്പറേഷന്റെ സീറ്റ് വിഭജനം സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുകയാണ്. സീറ്റ് വിഭജനത്തിൽ 30 സീറ്റുകളിൽ BJP മത്സരിക്കുകയും 2 സീറ്റുകളിൽ ഘടകകക്ഷികൾ മത്സരിക്കുകയും ചെയ്യും. എന്തായാലും നാഷണലിസ്റ്റ് കേരള കോൺഗ്രസും NPPയുമാണ് മറ്റു ഘടകകക്ഷികൾ മത്സരിക്കുക. NPPയുടെ സ്ഥാനാർത്ഥിയായിട്ട് നേരത്തെ തന്നെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട വിവാദവുമായി രംഗത്തെത്തിയിരുന്ന PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിലാണ് സ്ഥാനാർത്ഥി. അതൊരു ഒരു സാഹചര്യം കൂടി ഇതിൽ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി സിന്ധുമോളാണ്. TP സിന്ധുമോൾ, BJP വക്താവ് TP സിന്ധുമോൾ സ്ഥാനാർത്ഥിയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം RSP വിട്ട് BJPയിൽ ചേർത്ത സുനിത ഡിക്സൺ സ്ഥാനാർത്ഥിയാണ്. പുനരുദ്ധി ഈസ്റ്റിലാണ്. പുനരുദ്ധി ഈസ്റ്റിൽ സുനിത വിൽസൺ സ്ഥാനാർത്ഥിയാകുമ്പോൾ പ്രധാനമായും അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത് ഡീലിമിറ്റേഷൻ നടന്ന സാഹചര്യത്തിൽ അവർ മുൻപ് പ്രതിനിധീകരിച്ചിരുന്ന വാർഡിൻ്റെ പകുതിയോളം വോട്ടുകൾ ഇപ്പോൾ പുനരുദ്ധി ഈസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല തനിക്ക് ജനപിന്തുണ ഏറെയുണ്ടെന്നാണ് സുനിത ഡിക്സൺ പറഞ്ഞു വയ്ക്കുന്നത്. 100% പ്രതീക്ഷയാണ്. കാരണം എന്നറിയാത്തവരായിട്ട് ആ ഡിവിഷനിൽ ആരുമില്ല. എന്നിൽ നിന്ന് സഹായങ്ങൾ ഒരു 80% ആളുകൾക്ക് നമ്മളവിടെ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർക്ക് നിത്യേന എന്നോണം വൈറ്റില ജംഗ്ഷനിൽ കാണുന്ന ഒരു ജനപ്രതിയാണ് ഞാൻ. അപ്പോൾ ഒരു അഭിമാനമായിട്ട് അവരെയും കൂടി ഒരു നല്ലൊരു പൊതു സ്വാതന്ത്ര്യത്തിലേക്ക് പിടിച്ചുയർത്താൻ എന്നെ കൊണ്ട് സാധിക്കും. TP സിന്ധുമോളുടെ സ്ഥാനാർത്ഥിത്വവും വളരെ അപ്രതീക്ഷിതമായിരുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് വാർഡുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. തൻ്റെ പ്രദേശമാണ്, തൻ്റെ ജനങ്ങളാണ്, അല്ലെങ്കിൽ തന്നെ കൃത്യമായി അറിയാവുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ BJPക്ക് അങ്ങേറ്റം പ്രതീക്ഷയുള്ള ഒരു സീറ്റിൽ കൂടിയാണ് താൻ മത്സരിക്കുന്നതെന്നാണ് TP സിന്ധുമോൾ പറഞ്ഞത്. പ്രതീക്ഷയുണ്ട്, ഇത്തവണ വിജയിക്കും. കാരണം 6 മാസമായി ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം പാർട്ടി ആരംഭിച്ചിരുന്നു. എല്ലാ ഡിവിഷനിലും തന്നെ ആരംഭിച്ചു. ജനങ്ങളുടെ ഇടയിൽ നമ്മൾ ഇത്തവണ BJP ആണ്, NDA ആണ് അവിടെ ജയിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്കും ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ വോട്ടർമാരുടെ ഇടയിലും അതുണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടും അത്തരമുള്ള നടപടിക്രമങ്ങളൊക്കെ ശേഷമാണ് വീണ്ടും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് വന്നത്. പൂർണ്ണമായും BJP 30 സീറ്റുകളിലും അതുപോലെ 2 സീറ്റുകളിൽ, ബാക്കിയുള്ള 2 സീറ്റുകളിൽ ഘടകകക്ഷികളുമായിരിക്കും മത്സരിക്കുക. NDA സർക്കാരിൻ്റെ വികസന മാതൃകകൾ മുന്നോട്ട് വെച്ചിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി BJP രംഗത്ത് ഇറങ്ങുന്നത്. അതേസമയം BDJS ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപന വേദി വിട്ടുപോകുന്നൊരു സാഹചര്യമുണ്ടായി. സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് 7 സീറ്റുകളിൽ തർക്കമുണ്ട്. ആ തർക്കം പരിഹരിക്കുമെന്നാണ് സുരേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെയാണ്. എന്തായാലും ആ തർക്കം, അതായത് നേതാക്കൾക്കാർക്ക്, BDJSന്റെ നേതാക്കൾക്കാർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നും BJP നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ BJPയിൽ ഭിന്നത. C. കൃഷ്ണകുമാർ പക്ഷത്തിന്റെ പട്ടിക സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചില്ല. പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് കൈമാറിയത്. തർക്കം തുടരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നീളും. അതേസമയം LDF സ്ഥാനാർത്ഥികളെ ഇന്നോ നാളെയോ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഭരണം നിലനിർത്താനുള്ള BJPക്കും ഭരണം പിടിക്കാനുള്ള കോൺഗ്രസിനും തലവേദന ആകുന്നത് ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയാണ്. BJPയെ സംബന്ധിച്ച് C. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം സമർപ്പിച്ച സ്ഥാനാർത്ഥിയുടെ ലിസ്റ്റ് അത് സംസ്ഥാന നേതൃത്വം തള്ളി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മിനി കൃഷ്ണകുമാറിൻ്റെയും പ്രശാന്ത് ശിവൻ്റെയും അടക്കം പേര് ഉൾപ്പെടുത്തിയ പട്ടികയാണ് സംസ്ഥാന നേതൃത്വം തള്ളിയത്. ആ പട്ടികയിൽ എവിടെയും ഇപ്പോഴത്തെ ചെയർപേഴ്സണായ പ്രമീള ശശിധരനോ വൈസ് ചെയർമാനായ E. കൃഷ്ണദാസോ ഇല്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ തന്നെ BJPയിലെ ഭിന്നത പുറത്തു വന്ന ഒന്നാണ്. അത് കൂടുതൽ കടുത്ത പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി കണ്ടാണ് ഒരു സമവായ ശ്രമത്തിന് നേതൃത്വം ശ്രമിക്കുന്നത്. സംസ്ഥാന നേതൃത്വം ഇരു വിഭാഗങ്ങളെയും നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയ്ക്കാണ് മുൻതൂക്കം നൽകുന്നത്. അതുകൊണ്ടാണ് C. കൃഷ്ണകുമാറിൻ്റെ പക്ഷം നൽകിയ പട്ടിക പൂർണ്ണമായും തള്ളിയത്. ഒരുപക്ഷെ 2 വിഭാഗങ്ങളിലെയും നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടിക ഏറെ വൈകാതെ സംസ്ഥാന നേതൃത്വം അംഗീകരിക്കും. അതോടൊപ്പം കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസും വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഇത്തവണ ഭരണം പിടിക്കാമെന്നുള്ള
അവരുടെ കണക്കുകൂട്ടൽ. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീക്കുന്നത്. അതും കോൺഗ്രസിന് ഉള്ളിലെ ഈ സ്ഥാനാർത്ഥി മോഹികളുടെ ഒരു വലിയ നിരയാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉള്ളത്. ആ ഗ്രൂപ്പ് പോലും പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളും ഇവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ വൈകുന്നു അല്ലെങ്കിൽ കാലതാമസം വരുത്തുന്നു എന്നതാണ് കാര്യം. നിലച്ചേർന്ന കോർ കമ്മിറ്റിയിലും ഇക്കാര്യത്തിലൊരു തീരുമാനമായില്ല. നോർത്ത് മണ്ഡലം പ്രസിഡന്റ് രമേശ് പുത്തൂർ മാട്ടുമന്തയിലും അതുപോലെ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സേവ്യർ സെബാസ്റ്റ്യൻ സെൽവപാളയത്തിലും സീറ്റ് ആവശ്യപ്പെട്ട് ജില്ലാ കമ്മിറ്റിയെ സമീപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാർട്ടിയെ കൂട്ടുപിടിച്ചവരെ പരിഗണിക്കരുത് എന്നൊരാവശ്യമാണ് നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാണെങ്കിലും ഈ ഗ്രൂപ്പ് പോലും പ്രാദേശിക പ്രശ്നങ്ങളും കോൺഗ്രസിനും തലവേദന തീർക്കുന്ന ഒരു സാഹചര്യമാണ് പാലക്കാട് സംജാതമായിരിക്കുന്നത്. അതേസമയം LDFിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടുത്തു തന്നെ ഉണ്ടാകും, ഇന്നോ നാളെയായിട്ട് ഉണ്ടാകുമെന്ന തരത്തിലേക്കാണ് സാഹചര്യങ്ങൾ നീങ്ങുന്നത്. LDF പ്രഖ്യാപിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മറുവശത്ത് NDAയും BJPയും കോൺഗ്രസും ആഭ്യന്തര പ്രശ്നങ്ങളാൽ അവിടെ വലിയ പ്രതിസന്ധിയെ നേരിടുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണാനാകുന്നത്. CV അനുമോദ്, ന്യൂസ് 18. തൊടുപുഴ നഗരസഭയിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ്. മുന്നണി ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് സീറ്റ് ആവശ്യത്തിൽ നിലപാട് കടുപ്പിച്ചത്. എന്നാൽ ഇത് കോൺഗ്രസ് നേതൃത്വം തള്ളിക്കളഞ്ഞു. സീറ്റ് വിഭജനത്തിൽ തിരുവനന്തപുരത്തിടഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ശക്തി കേന്ദ്രമായ തൊടുപുഴയിലും കേരള കോൺഗ്രസ് പിടിമുറുക്കുന്നത്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സീറ്റിലും വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് പാർട്ടി നേതൃത്വം. ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ചത് 5 സീറ്റിലാണ്. 4 സീറ്റുകളിൽ വിജയവും നേടി. അതുകൊണ്ട് തന്നെ ഇത്തവണ 6-ൽ കുറഞ്ഞൊരു സീറ്റ് വേണ്ടെന്നാണ് പാർട്ടിയുടെ നിലപാട്. ജില്ലാ പഞ്ചായത്തിൽ 6 സീറ്റ് ലഭിച്ചാൽ തൊടുപുഴ നഗരസഭ ഉൾപ്പെടെയുള്ള മറ്റിടങ്ങളിൽ വിട്ടുവീഴ്ചയാകാമെന്നും പാർട്ടി തീരുമാനമെടുത്തേക്കും. ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് 5 സീറ്റിലാണ് മത്സരിച്ചത്, 4 ജയിച്ചു. അത് 4 ഇത്തവണ വനിതയാണ്. 5ാമതൊരു സീറ്റിൻ്റെ കൂടെ ഒന്നുകൂടെ തന്നല്ലേ പറ്റുള്ളൂ. അത് പിന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് വന്നാൽ ജില്ലാ പഞ്ചായത്ത് ഇടുക്കി ജില്ലയിൽ പിടിക്കും, ജയിക്കുന്നത് സംശയം. PJ ജോസഫിന്റെ മകനായ അപ്പു ജോൺ ജോസഫിന് പാർട്ടി കോർഡിനേറ്ററായി സ്ഥാനം നൽകിയതിനാൽ പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നേതാക്കൾ കടുത്ത അതൃപ്തിയിലാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുമെന്ന് നേതാക്കൾ പറയുന്നു. കൂടുതൽ സീറ്റെന്ന് പറഞ്ഞാൽ ചില മേഖലകളിൽ ഇപ്പം വർദ്ധിച്ചു വന്ന സീറ്റുകൾ ചില മേഖലകളിൽ അത് പാർട്ടിയിൽ ഉഭയകക്ഷി ചർച്ചകൾ വഴി അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അതായത് കക്ഷികൾക്ക് അർഹിക്കുന്ന രീതിയിലുള്ള പരിഗണന UDF തീർച്ചയായിട്ടും ഉണ്ടാകും. തൊടുപുഴ നഗരസഭയിൽ ഉൾപ്പെടെ കൂടുതൽ സീറ്റുകൾ വിട്ടു നൽകാനാവില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. നേതാക്കൾ വീണ്ടും ചർച്ചകൾ നടത്തും. കേരള കോൺഗ്രസ് നിലപാട് കടുപ്പിക്കുന്നതോടെ പ്രതിസന്ധിയിലാണ് ജില്ലയിലെ UDF നേതൃത്വം. ന്യൂസ് 18 ഇടുക്കി. CPM നേതാവും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വഞ്ചിയൂർ വാർഡിലെ സ്ഥാനാർത്ഥിയുമായ വഞ്ചിയൂർ ബാബു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മറ്റൊരു പേരിലാണ്, ശങ്കരൻകുട്ടി നായർ. സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനത്തിന് ഇടയാക്കിയ പേരുമാറ്റത്തെക്കുറിച്ച് സ്ഥാനാർത്ഥിക്കും പറയാനുണ്ട്, കേൾക്കാം. തിരുവനന്തപുരം നഗരസഭ വഞ്ചിയൂർ വാർഡിൽ CPM സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് CPMന്റെ പാളയം ഏരിയ സെക്രട്ടറി കൂടിയായ വഞ്ചിയൂർ P ബാബുവിനെയാണ്. പക്ഷേ ചില പോസ്റ്ററുകളിൽ അവിടെ സഖാവ് ശങ്കരൻകുട്ടി നായരെ, LDF സ്ഥാനാർത്ഥി ശങ്കരൻകുട്ടി നായരെ ബ്രാക്കറ്റിൽ വഞ്ചിയൂർ P ബാബു ഒന്നുകൂടിയുണ്ട്, വിജയിപ്പിക്കുക എന്ന പോസ്റ്ററുകളുണ്ട്. ഇപ്പോൾ സംഘപരിവാർ അനുകൂല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ വിമർശനം വരുന്നു. എങ്ങനെയാണ് വഞ്ചിയൂർ P ബാബു ശങ്കരൻകുട്ടി നായരായത്? എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് ഈ പോസ്റ്റർ വന്നുവെന്ന് നമ്മോട് വിശദീകരിക്കാൻ വഞ്ചിയൂർ ബാബു തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ശങ്കരൻകുട്ടി നായർ എന്ന പേര് വന്നത്? വലിയ വിവാദം, അത് സംഘപരിവാർ ഹാൻഡിലൊക്കെ വലിയ പ്രചരിപ്പിക്കുന്നുണ്ട്. എൻ്റെ പേര് ശങ്കരൻകുട്ടി നായർ എന്നാണ്. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ വീട്ടുകാരിട്ട പേരാണ്. ഞാൻ അറിവാകുന്നതിന് മുമ്പ് തന്നെ വീട്ടുകാരിട്ട പേരാണത്. സ്കൂളിലെല്ലാം ആ പേരിലാണ് ഞാൻ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ എൻ്റെ വീട്ടിൽ വിളിച്ചിരുന്ന പേര് ബാബു എന്നാണ്. വീട്ടിലും നാട്ടിലും എല്ലാവരും എന്നെ ബാബു എന്നാണ് വിളിക്കാൻ തുടങ്ങിയത്. പിന്നെ അത് കുറേ കാലം കഴിഞ്ഞ് വഞ്ചിയൂരത്തെ പ്രവർത്തനം, കുറേ കാലം വഞ്ചിയൂരത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്താണ് വഞ്ചിയൂർ ബാബു എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നെ വഞ്ചിയൂർ ബാബു എന്ന് പറഞ്ഞാലേ അറിയാൻ കഴിയുള്ളൂ. ആളുകൾക്ക് ശങ്കരൻകുട്ടി നായർ എന്നുള്ള പേര് ആർക്കും അറിയില്ല. ഞാൻ വഞ്ചിയൂർ ബാബു എന്നുള്ള പേരിൽ തന്നെയാണ് അവിടെ അറിയപ്പെട്ടതും. പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും പാർട്ടി പ്രവർത്തനത്തിലും എല്ലാം അങ്ങനെയായിരുന്നു. ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിവില്ലായിരുന്നു. അന്ന് തെരഞ്ഞെടുപ്പിൽ ആദ്യം ഞാൻ മത്സരിക്കുമ്പോൾ 2015-20 കാലഘട്ടത്തിൽ അങ്ങനെ മത്സരിക്കുമ്പോൾ ഞാൻ അവിടെ ചുവരിലെല്ലാം വഞ്ചിയൂർ ബാബു എന്നാണ് എഴുതിയത്. പക്ഷേ എഴുതി നോമിനേഷൻ സമർപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് അറിയുന്നത് വഞ്ചിയൂർ ബാബു എന്നല്ല, നിങ്ങൾ ഇതിലെ വോട്ടർ പട്ടികയിലെ പേര് മാത്രമേ അതിൽ വയ്ക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രയാസപ്പെട്ടു വന്നു.
അന്ന് പിന്നെ ഞങ്ങൾ ചുവരെഴുതിയതിൻ്റെയൊക്കെ അടിയിൽ ശങ്കരൻകുട്ടി നായർ ബ്രാക്കറ്റിൽ കൊടുക്കേണ്ടി വന്നു. ചിലടത്ത് ശങ്കരൻകുട്ടി വഞ്ചൂർ ബാബു ബ്രാക്കറ്റിൽ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അടുത്തൊക്കെ ബന്ധപ്പെട്ട ആളുകൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതായാലും വഞ്ചൂർ ബാബു എന്നുള്ള പേര് കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ബ്രാക്കറ്റിൽ കൊടുത്തുകൊണ്ട് ശങ്കരൻകുട്ടി നായർ എന്ന പേരിൽ ആണ് എന്നെ മത്സരിക്കാൻ വേണ്ടി അനുവാദം തന്നത്. അങ്ങനെ മത്സരിച്ചതിൻ്റെ ഫലമായി പിന്നെ കുറേ ആളുകളെ രണ്ടാമതെനിക്ക് ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് വന്നു. ആ അബദ്ധം ഇനി പറ്റാതിരിക്കുന്നതിലേക്ക് വേണ്ടി തന്നെ ആദ്യമേ വഞ്ചൂർ ബാബു എന്നും ശങ്കരൻകുട്ടി നായർ എന്നുള്ള പേരും കൂടി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. നോമിനേഷൻ കൊടുക്കാൻ സമയമാകുമ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ട് ചെല്ലുമ്പോൾ അവരനുവദിച്ചില്ല എങ്കിൽ പിന്നെ ഞാൻ വീണ്ടും ഒന്നേന്ന് തന്നെ വീടുകൾ തോറും കയറി ഇറങ്ങി പറയേണ്ടതായിട്ട് വരും. വഞ്ചൂർ വാർഡിൻ്റെ ഭൂമിശാസ്ത്രവും അവിടുത്തെ ജനങ്ങളുടെ പൾസും അറിഞ്ഞുകൂടാത്ത വർത്തമാനം പറയുന്നവരാണ്. ഞാൻ 50 വർഷമായി വഞ്ചൂർ വാർഡിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അവിടെ ഭൂരിപക്ഷം പേര് നായർ കമ്മ്യൂണിറ്റി ഒരു വലിയ സംഘമാണ്. പക്ഷെ അതിനേക്കാളും കൂടുതലായി ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മറ്റ് സാമുദായ സംഘടനകൾ ആളുകളുണ്ട് അവിടെ. അത് 3500 ഇപ്പുറത്ത് നായരെങ്കിൽ അത് മറ്റേത് 3600 പരം ആളുകൾ മറ്റിടത്തുണ്ട്. അപ്പോൾ നായർ വിഭാഗത്തിൻ്റെ മാത്രം വോട്ട് ശേഖരിക്കാൻ വേണ്ടി എന്നാൽ മറ്റു വിഭാഗം എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെയല്ല, ഞാൻ എല്ലാ വിഭാഗത്തിൻ്റെയും കൂടി പ്രവർത്തകനാണ്. ഞാൻ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോൾ ആ കമ്മിറ്റിയിൽ വിവിധ ആളുകളുണ്ട്. അവർക്കും അറിയില്ല ഞാൻ ഈ പേരുകാരനാണെന്ന്. ഞാൻ ആ നാട്ടിലുള്ള എല്ലാ ആളുകളും എൻ്റെ സഹോദരങ്ങളെ പോലെ, സഹോദരിമാരെ പോലെ, അമ്മയെ പോലെ ഒക്കെ കരുതുന്ന ആളുകളാണ് ആ നാട്ടിലുള്ളവർ. അത് വിവിധ ജാതിക്കാരുണ്ടായിരിക്കാം. അവരുടെ ജാതി എന്താണെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഇപ്പോഴും അവിടെയുള്ള പലരുടെയും ജാതി എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ജാതി അതിൻ്റെ പേരിൻ്റെ അവസാനം ആ പേര് വന്നു പോയത് എൻ്റെ കുറ്റം കൊണ്ടല്ല, എൻ്റെ രക്ഷാകർത്താക്കൾ എനിക്കിട്ട് നൽകിയ ചാർത്തി തന്ന പേരാണ്. അത് ആരെങ്കിലും സ്വാധീനിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് അത് ശുദ്ധ അസംബന്ധമാണ്. ഞാൻ അതിനെ ആഗ്രഹിക്കുന്നേ ഇല്ല. അതുതന്നെയാണ് ഏത് സാഹചര്യത്തിലാണ് ഈ ശങ്കരൻകുട്ടി നായർ എന്ന പേര്, വഞ്ചൂർ പി ബാബു എന്ന പേരാണ് എല്ലാവർക്കും അറിയാവുന്നത്, എന്തുകൊണ്ടാണ് ഔദ്യോഗിക രേഖകളിലെ പേര് കൂടി വെക്കേണ്ടി വന്നതെന്ന വിശദീകരണമാണ് അദ്ദേഹം നൽകിയത്. ഇപ്പോഴും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന ആത്മവിശ്വാസവും വഞ്ചൂർ പി ബാബു പ്രകടിപ്പിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സിലെ താരമായ സുഭാഷ്. ഏലൂർ നഗരസഭയിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് സുഭാഷ് മത്സര രംഗത്തുള്ളത്. മഞ്ഞുമലിലെ ചങ്ങാതിക്കൂട്ടവുമായി സുഭാഷ് പ്രചാരണ രംഗത്ത് തുടക്കം മുതൽ തന്നെ സജീവമായി കഴിഞ്ഞു. ഇത് മഞ്ഞുമൽ അമലോത്ഭവ മാതാ പള്ളിയാണ്. മഞ്ഞുമൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പേരുടെ മനസ്സിലേക്ക് വരുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്നൊരു പേര് പെട്ടെന്ന് വളരെ ഇടിച്ചു കയറി വരും. ആ മഞ്ഞുമൽ ബോയ്സിന് ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്ത് കാര്യം എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ അവർക്കുമുണ്ട്. സുഭാഷ എന്നുള്ളൊരു വിളി നമ്മൾ ആരും മറക്കില്ല. ആ യഥാർത്ഥ സുഭാഷ് ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏലൂരിലെ സ്ഥാനാർത്ഥിയാവുന്നു എന്നതാണ്. സുഭാഷ് നടുക്ക് നിൽപ്പുണ്ട്. സുഭാഷ് സ്ഥാനാർത്ഥിയാവുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസ് ഏലൂർ UDFൻ്റെ ചെയർമാനായ ബിജിത്തും കൂടിയുണ്ട്. ഏതായാലും മത്സരത്തിലേക്ക് ഇറങ്ങുവാണ്. മഞ്ഞുമൽ ബോയ്സ് മൊത്തത്തിലുണ്ടോ ഒപ്പം? തീർച്ചയായിട്ടും ഉണ്ട്, എല്ലാവരും കൂടെയുണ്ട്. മഞ്ഞുമൽ ബോയ്സ് മാത്രമല്ല, അവിടെയുള്ള നാട്ടുകാരും അമ്മമാരും പെങ്ങന്മാരും എൻ്റെ സഹപ്രവർത്തകരും പാർട്ടി നേതാക്കളും എൻ്റെ കൂടെയുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു താല്പര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്, അതോ ഇങ്ങനെ ഒരു മഞ്ഞുമൽ ബോയ്സ് എന്നൊരു ഹൈപ്പിലേക്ക് വന്നപ്പോൾ മത്സരിച്ചേക്കാൻ തോന്നിയതാണ്? ഈ എല്ലാവരും ഒരു വിചാരമുണ്ട്, ഈ മഞ്ഞുമൽ ബോയ്സ് ഒരു സിനിമ ഇറങ്ങിയോണ്ട് മാത്രമാണ് ഞാൻ ഇലക്ഷനിലേക്ക്. സത്യത്തിൽ അതല്ല. എൻ്റെ അച്ഛൻ INTUCയുടെ ചുമട്ട് തൊഴിലാളിയായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം INTUCയിൽ ജോലി ചെയ്തിട്ടാണ് അമ്മ ഞങ്ങളെല്ലാം പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയത്. ഞാൻ INTUC ലോഡിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഗുണാക്കേവിൽ വീണ് അതിന് ചെറിയ പരിക്കുകൾ പറ്റിയപ്പോൾ ആ ജോലി ചെയ്യാൻ പറ്റാതെ ആയിപ്പോയതാണ്. അന്നോട്ടേ പ്രവർത്തകനാണ്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വന്നതല്ല. അതിന് സിനിമയ്ക്ക് ശേഷം പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഒരു സ്റ്റാർ വാല്യൂ ആ കാര്യങ്ങളൊക്കെ അതൊക്കെ ഇതിലൊരു ഗുണകരമായെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് എന്താ പറയുക, തീർച്ചയായിട്ടും അതൊരു ഗുണകരമാവും. പിന്നെ അതിലുപരി നമ്മുടെ ക്ലബ്ബ് ഉണ്ടായിരുന്ന കാലം തൊട്ട് നാട്ടിലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ എല്ലാവരും ആക്റ്റീവായിട്ട് നിന്നിട്ടുണ്ട്. ക്ലബ്ബ് ഉണ്ടായിരുന്ന കാലം തൊട്ട് ഒരാൾക്കും പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളൊരു വഴി നിർമ്മിച്ചിട്ടുണ്ട്. വഴിയില്ലാത്ത ഒരു സ്ഥലത്ത് പ്രദേശത്ത് ഒരു വഴി നിർമ്മിച്ചിട്ടുണ്ട്. കുടിവെള്ള പൈപ്പ് അങ്ങോട്ട് രാത്രി നിന്ന് ഞങ്ങൾ വെട്ടി ഇട്ട പൈപ്പാണ് ഇന്ന് വാട്ടർ അതോറിറ്റി ഉപയോഗിക്കുന്നത്. അവിടെ കുടിവെള്ളം കിട്ടാത്ത അത്രയും 500 മീറ്റർ നീളത്തിൽ കുടിവെള്ള വെട്ടി ഞങ്ങൾ അവിടം വരെ സ്വന്തം കയ്യിലെ കാശ് കൊടുത്ത് പൈപ്പിട്ട്
അവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അധികാരമില്ലാത്ത സമയത്ത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അധികാരം കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം. വെറുതെ വിളിച്ചതല്ല മഞ്ഞുമ്മൽ ബോയ്സ് എന്നല്ലേ? ഞങ്ങൾ മഞ്ഞുമ്മൽ ബോയ്സ് തന്നെയാണ്. വാർഡില് എല്ലാത്തരം ബിജിത്താണ് ഏലൂര നഗര UDFന്റെ ചെയർമാൻ. എങ്ങനെയാണ് ഇതിലേക്ക് ഇയാൾക്ക് എത്തുന്നത്? നമ്മുടെ ഈ കോവിഡ് കാലത്താണെങ്കിലും അതുപോലെ പ്രളയകാലത്താണെങ്കിലും സുഭാഷും കൂട്ടുകാരും നമ്മുടെ സജീവ സാന്നിധ്യമായിരുന്നു. കോൺഗ്രസിൻ്റെ സജീവ സാന്നിധ്യമായി വാർഡിൽ ജനങ്ങളിലോട്ട് അവരുടെ പ്രവർത്തനങ്ങൾ എത്തിക്കുക. അത് സഹായ കിറ്റുകൾ എത്തിക്കാനാണെങ്കിലും ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാനാണെങ്കിലും മരുന്ന് എത്തിക്കാനാണെങ്കിലും എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഊർജിതമായി മുന്നിൽ നിന്ന ആൾക്കാരാണ്. അവരെ അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല ആ വാർഡിൽ സ്ഥാനാർത്ഥിയാകാൻ വരേണ്ടത് ആരാണ് എന്നുള്ളത്. ഏകകണ്ഠേനയാണ് മാടപ്പാട്ട് സുഭാഷിൻ്റെ പേര് വരികയും ചെയ്തത്. അതിനകത്ത് ഒരു സംശയവുമില്ല, ആരും ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അത്രയും സർവ്വസമ്മതനാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും അത്ഭുതകരമായ കാര്യം. മഞ്ഞുമക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന മഞ്ഞുമക്കാരുടെ പുത്രൻ, മഞ്ഞുമക്കാർ കൂട്ടുകാർ, ആ ഒരു ഇത് ലേബല് ഇതിനകത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പോലെ ഇനിയിപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ഇതൊന്നും ഇല്ലാണ്ടാണ് അവർ സഹായ പ്രവർത്തനങ്ങളുമായി മഞ്ഞുമൽ നിവാസികളുടെ ഒപ്പം ഉണ്ടായിരുന്നത്. ഇനിയും അവർ അധികാരത്തോടു കൂടി അതിന് CPM-നൊക്കെ ഒരു ഭൂരിപക്ഷമുള്ളൊരു മേഖല കൂടിയാണ്. അപ്പോൾ ഇത്തവണ രാഷ്ട്രീയമായി ചോദിക്കുകയാണ്, വലിയ സാധ്യതകളുണ്ട്. മഞ്ഞുമ്മൽ മേഖലയിൽ പൊതുവെ കോൺഗ്രസിന് വളരെ സാധ്യത ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് ഈ മേഖലയിൽ. അത് ഒന്നും കൂടെ കൂട്ടിയുറപ്പിക്കാനായിട്ട് സുഭാഷിൻ്റെ സാന്നിധ്യം സഹായിക്കും. എങ്ങനെയാണ് കൂട്ടുകാരൻ മത്സരത്തിന് ഇറങ്ങുകയാണെന്ന് കട്ടയ്ക്ക് കൂടെ എന്നാണ് കൊടൈക്കനാലിൽ? അങ്ങനെ തന്നെയാണ്, എല്ലാവരും ഉണ്ടോ? ഒപ്പം എല്ലാവരും ഉണ്ട്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടുകാരന്മാരുണ്ട്, ഞങ്ങളുടെ കൂട്ടുകാരന്മാരുടെ ഫാമിലീസ് ഉണ്ട്. എല്ലാവർക്കും സുഭാഷിനെ അത്രയ്ക്ക് സ്നേഹമാണ്. സുഭാഷിന് എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും വീട്ടിൽ വന്ന് അതേപോലെ അമ്മമാരുടെ അടുത്തും എന്തൊക്കെ വേണം അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കണ ഞങ്ങളൊരു നല്ലൊരു വ്യക്തി കൂടിയാണ് സുഭാഷ്. ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ട തന്നെ ഇതിനു വേണ്ടിയാണ് നമ്മുടെ ഒരു പ്രാർത്ഥന, മനസ്സിലായ? അപ്പോൾ സുഭാഷിന് വേണ്ടി എല്ലാ ഭാവങ്ങളും നേരിടുന്നു. 100% വിജയിച്ച് വന്നിരിക്കും സുഭാഷ്. ഞങ്ങളുടെ ഒരു കൗൺസിലറായിട്ട് ഞങ്ങളുടെ വാർഡിൽ ഏറ്റവും വലിയൊരു വിജയി. എൻ്റെ സുഭാഷ് കൂട്ടുകാരൊക്കെ ഒപ്പം ഉണ്ട് അല്ലേ? അത് ഉണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. നമ്മൾ മഞ്ഞുമൽ ബോയ്സ് സിനിമ കൊണ്ട് എല്ലാവർക്കും അറിയാം, നമ്മളൊരു കൂട്ടമായിട്ട് താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ അതിൻ്റെ നടുക്കായിട്ട് ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതിന് നടുക്കായിട്ട് ഒരു ബീവറേജ് ഷോപ്പ് കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും അവിടെയുള്ള ജനങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇതിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിഷേധ റാലിയും പ്രകടനങ്ങളും എല്ലാം നടത്തി. അതിനെതിരെ മുന്നിൽ നിന്ന് നയിച്ച നമ്മളെ അമ്മമാർ അറസ്റ്റ് വരികയും വരികയുണ്ടായി. ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പാർക്കിംഗ് സൗകര്യം ഒട്ടുമില്ലാത്ത ഒരു ബിൽഡിങ്ങിലാണ്. അതിന് അനുമതി അവർ മുനിസിപ്പാലിറ്റി കൊടുക്കുകയും അതിനെതിരെ പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തിട്ട് ഒരു നിയമ നടപടിയും ആ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞാൻ വരാനുണ്ടായ സാഹചര്യം ഇതാണ്. നമ്മുടെ നാട്ടിലെ അമ്മമാരൊക്കെ ഞാൻ ആ സമരത്തിൻ്റെ ഒപ്പം മുന്നിൽ നിന്ന് നയിച്ച കാരണം കൊണ്ട് അമ്മമാരെല്ലാവരും എന്നെ നിർബന്ധിക്കുകയും സുഭാഷ് വന്നാൽ ഇത് ശരിയാവൂ എന്ന് പറയുകയും ചെയ്ത സാഹചര്യത്തിൽ നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും പാർട്ടി സഹപ്രവർത്തകരുടെയും പാർട്ടി നേതാക്കളുടെയും നിർബന്ധപ്രകാരമാണ് ഞാൻ മത്സരിക്കുന്നത്. എല്ലാ ആശംസകളും നേരുന്നു. ഏതായാലും സുഭാഷിനൊരു വീക്ഷണവും കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ലക്ഷ്യങ്ങളുണ്ട്, വെറുതെ ആകസ്മികമായി കടന്നു വന്നതല്ല. മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ഒരു താരപരിവേഷം അത്തരം കാര്യങ്ങളൊന്നുമല്ല. തനിക്ക് കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് നടപ്പാക്കാനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ ചങ്കായ കൂട്ടുകാരും. ഏതായാലും മഞ്ഞുമ്മൽ എന്നൊരു പേരിലൂടെ തന്നെ വീണ്ടും അത് ഒരു വാർത്തകളിലേക്ക് വീണ്ടും ഇടനേടുകയാണ്. ക്യാമറമാൻ ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ഒരിടവേളയ്ക്ക് ശേഷം വിവാദ ഭൂമിയായി കേരള സർവകലാശാല ആസ്ഥാനം. ഇന്ന് ചേർന്ന യോഗത്തിൽ ജാതി അധിക്ഷേപ വിഷയമുയർത്തി കാട്ടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധമുയർത്തി. യോഗത്തിന് ശേഷം പുറത്തേക്കിറങ്ങിയ VC-യുടെ ഔദ്യോഗിക വാഹനം SFI പ്രവർത്തകർ തടഞ്ഞു. ഇതിനിടെ ഡീൻ CN വിജയകുമാരിയെ ന്യായീകരിക്കാനെത്തിയ BJP സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ജാതി പ്രസ്താവനയും വിവാദത്തിലായി.
ഒരിടവേളയ്ക്ക് ശേഷം കേരള സർവകലാശാലയിൽ വീണ്ടും വിവാദങ്ങളുടെ ഭൂമികയായി മാറിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ 8:30 ചേർന്ന സെനറ്റ് യോഗത്തിൽ ഡീനിന്റെ വിവാദ പരാമർശം, അതായത് ജാതി പരാമർശം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു. ഡീൻ വിജയകുമാരി ഈ യോഗത്തിൽ പങ്കെടുത്തതും ഈ ഒരു പ്രക്ഷോഭത്തിന് കൂടുതൽ ശക്തി പകർന്നു. കാരണം ഈ ഒരു യോഗത്തിൽ തുടരാൻ അർഹയില്ലെന്നും അതേപോലെ തന്നെ ഈ പദവിയിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണം, കൃത്യമായ ഒരു അന്വേഷണത്തിന് പ്രഖ്യാപിക്കണമെന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഇതിനിടെ BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ നടത്തിയ വിവാദ പരാമർശവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടി. കാരണം ഈ ഒരു വിജയകുമാരിയുടെ വീട്ടിലെ വീട്ടുജോലിക്കാരി, അതായത് ഭക്ഷണം വിളമ്പുന്നതടക്കം ഒരു ദളിത് സ്ത്രീയാണ്, ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന തരത്തിലുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രസ്താവന SFI പ്രവർത്തകരുമായുള്ള ഒരു വാക്കേറ്റത്തിലടക്കം കാര്യങ്ങൾ നയിച്ചു. ഈ ജാതിയുള്ളവര് ഏറ്റവും കൂടുതൽ ജാതി പറയുന്നത് അവരാണ്. കാരണം നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ടീച്ചർ പറയാൻ വഴിയില്ല. ഞാൻ അന്വേഷിച്ചോ, ഒരു കാര്യം പറയാം. ടീച്ചറുടെ വീട്ടില് ടീച്ചർക്കും ടീച്ചറുടെ കുട്ടികൾക്കും ഭർത്താവിന് പോലും അന്നം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അപ്പൊ അങ്ങനെയുള്ള ഒരാളിനാണ് അധിക്ഷേപിക്കുന്നത്. അപ്പൊ ദളിതിന്റെ ഇതൊന്നും നമുക്ക് കേൾക്കണ്ട കേട്ടോ. ഉത്തരം കിട്ടുമ്പോ കുഞ്ഞിനെ കാട്ടെന്ന് പറയുന്ന ഇതാണ്. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല. ഈ ഒരു പരാമർശത്തിന് ശേഷവും സെനറ്റ് യോഗം തുടരുകയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മണിക്കൂറുകളോളം പ്രതിഷേധം നടത്തുകയും ചെയ്തു. ഇതിനിടെ SFI യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുകയും പ്രവർത്തകർ ബാരിക്കേഡ് അടക്കം മറികടന്നുകൊണ്ട് ഈ ഒരു യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് എത്തി അവിടെ മാർച്ച് നടത്തുകയും ചെയ്തു. ഇതിനിടെ ഈ ഒരു SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് നടത്തിയ ഒരു പരാമർശം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വൈസ് ചാൻസലർ അടക്കമുള്ളവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും, അത്തരത്തിൽ നേരിടുമെന്ന തരത്തിലായിരുന്നു ശിവപ്രസാദ് അടക്കം പറഞ്ഞത്. തുടർന്ന് അതായത് ഈ ഒരു സെനറ്റ് യോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ VCയെ ആ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന്റെ കോമ്പൗണ്ടിൽ നിന്നും പുറത്തേക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ തടയുകയായിരുന്നു. BJP സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു വിവാദ പരാമർശത്തിന് ശേഷവും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതിഷേധം സെനറ്റ് ഹാളിൽ തുടരുകയും ഇതിനിടയിൽ SFI യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ചും മറ്റും നടത്തി. ഇത്തരത്തിൽ സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ചാൻസലറും വൈസ് ചാൻസലറും പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിലേക്ക് പ്രക്ഷോഭങ്ങൾ കനപ്പിക്കുമെന്ന അടക്കമുള്ള പരാമർശങ്ങളായിരുന്നു SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് അടക്കം പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവിന്റെ നാടാണ് ഈ കേരളം. സവർണന്റെ വിവാഹത്തെ പ്രതികരിച്ച് അവർണന്റെ ആ ക്ഷേത്രപ്രവേശന അവകാശങ്ങൾക്ക് വേണ്ടി ജാഥ നയിച്ച മന്നത്ത് പത്മനാഭന്റെ നാടാണ് ഈ കേരളം. നിങ്ങൾ ആലോചിക്കേണ്ടത്, ദീപഞ്ചമിക്ക് വേണ്ടി വിദ്യാഭ്യാസ അവകാശ പോരാട്ടം നയിച്ച് ഊരുട്ടമ്പലം സ്കൂളിലേക്ക് പഞ്ചമിയുടെ കയ്യും പിടിച്ചു പോയ അയ്യങ്കാളിയുടെ നാടാണ് ഈ കേരളം. ശ്രീനാരായണ ഗുരുവിന്റെ അയ്യങ്കാളിയുടെ മന്നത്ത് പത്മനാഭന്റെ നാടായ ഈ കേരളത്തിലിരുന്നാണ് ജാതി പറയാൻ ഒരു സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പർമാർ തയ്യാറാവുന്നത്. ഒരു കാര്യം ഞാൻ പറയുന്നു, ആ സിൻഡിക്കേറ്റ് മെമ്പർമാർ ഇവിടെ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച് ജാതി അധിക്ഷേപം, ജാതി പേര് പച്ചക്ക് പറഞ്ഞ് ജാതി തിരിച്ച് വർത്തമാനം പറയാൻ തയ്യാറായപ്പോ ഇവിടെ ഉണ്ടായിരുന്ന എന്റെ SFI സഖാക്കൾ പ്രതികരിച്ചു. SFIയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്, ഇനി ജാതി പറഞ്ഞാൽ കാലേവാരി ഭിത്തിയിൽ അടിക്കും എന്നാണ്. സത്യത്തിൽ SFIക്കാരൻ നിലയിൽ അത് ചെയ്യുകയായിരുന്നു വേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സർവകലാശാല ആസ്ഥാനത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ച ചാൻസലറെ പിന്നീട് ഇത്തരത്തിൽ തടയുന്ന SFI പ്രവർത്തകരെയായിരുന്നു പിന്നീട് കണ്ടത്. ഈ ഒരു ഔദ്യോഗിക വാഹനത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ച ചാൻസലറെ ആ വാഹനം തടഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനും ഈ ഒരു ജാതി പരാമർശത്തിന് ഈ ജാതി പരാമർശം നടത്തിയ വിഷയത്തിലടക്കം ഉത്തരം നടന്നിട്ട് മാത്രം പുറത്തേക്ക് പോയാൽ മതി എന്ന തരത്തിലടക്കമായിരുന്നു പ്രവർത്തകരുടെ ആവശ്യം. പിന്നീട് പോലീസുമായി ഒന്നും തള്ളാവുകയും തുടർന്ന് ബലം പ്രയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുകയായിരുന്നു. കുറെ സമയം യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിനകത്ത് കുടുങ്ങിക്കിടന്ന വൈസ് ചാൻസലറെ പോലീസ് ഇടപെട്ടുകൊണ്ടാണ് ഒരുപാട് സമയത്തിന് ശേഷം പുറത്തേക്ക് എത്തിച്ചത്.
കാര്യവട്ടം ക്യാമ്പസിലെ ഡീനിന്റെ ഇത്തരത്തിലുള്ള ഒരു വിവാദ പരാമർശം ഉൾപ്പെടെ പല കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഒപ്പം UDF അടക്കമുള്ള UDF സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇന്ന് പ്രതിഷേധമായി രംഗത്തെത്തിയത്. ഈ വിഷയത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്നാണ് SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സർവകലാശാലയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തൃപ്തികരമല്ലാത്ത നടപടികൾ പുനഃപരിശോധിക്കണമെന്നും ഈ ഒരു ഡീൻ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നും അതിൽ കൃത്യമായ ഒരു നടപടി വേണമെന്നടക്കമുള്ളതാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ അടക്കമുള്ള ആവശ്യം. ക്യാമറമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. PM ശ്രീ പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. കത്ത് വൈകുന്നതിൽ അതൃപ്തി അറിയിക്കാൻ CPI മന്ത്രിമാർ രാവിലെ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. ഇതിന് പിന്നാലെ ഉച്ചയോടെയാണ് കത്തയച്ചത്. ഫണ്ടിന്റെ ആദ്യ ഗഡു കേന്ദ്രം അനുവദിച്ചിരുന്നു. RSSന്റെ അജണ്ടയ്ക്കെതിരായ വിജയമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. CPIക്ക് അറിയാം എന്താണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കാതലെന്ന്. CPIക്ക് അറിയാം എന്താണ് CPM ബന്ധമെന്നും അറിയാം CPIക്ക്. അതെല്ലാം കൊണ്ട് CPI പറഞ്ഞു സംശയമെന്ന് വാക്കും വേണ്ട, കത്തയക്കുക. ആ കത്ത് ഇപ്പോൾ അയച്ചിരിക്കുന്നു. നിങ്ങളുടെ എല്ലാം ആശങ്ക അസ്ഥാനത്താണ് എന്ന കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. PMC പോലെ ഒന്നിൽ CPIക്കും CPMനും ഈ വഴിക്കല്ലാതെ വേറൊരു വഴിക്ക് പോകാൻ പറ്റില്ല. RSSന്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള NEP-യുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കേൾക്കുന്ന തീരുമാനമല്ലാതെ മറ്റൊരു തീരുമാനം CPIക്കും CPMനും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈ വിജയം ഇന്ത്യയിലെമ്പാടും RSSന്റെ വിദ്യാഭ്യാസ രംഗത്തെ നുഴഞ്ഞുകയറ്റ പ്രവണതയ്ക്കെതിരായിട്ടുള്ള വിജയമാണ്. ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ താരങ്ങളെ ചോദ്യം ചെയ്യാൻ ED. നടൻ അമിത് ചക്കാലക്കലിന് നോട്ടീസ് നൽകി. ദുൽഖർ സൽമാനും ഉടൻ നോട്ടീസ് നൽകും. താരങ്ങളുടെ വീടുകളിലെ റെയ്ഡിന് പിന്നാലെയാണ് നടപടി. മറ്റന്നാൾ റിലീസ് ചെയ്യാനിരിക്കെ ദുൽഖർ സൽമാൻ ചിത്രം കാന്ത കോടതിയിലേക്ക്. ചിത്രവുമായി ബന്ധപ്പെട്ട് നവംബർ 26-ന് ദുൽഖർ സൽമാൻ കോടതിയിൽ ഹാജരാകണമെന്ന് മദ്രാസ് ഹൈക്കോടതി. ഗായകനും നടനുമായ MK ത്യാഗരാജ ഭാഗവതരുടെ കൊച്ചുമകൻ നൽകിയ കേസിലാണ് കോടതി നടപടി. ത്യാഗരാജന്റെ കുടുംബത്തിന്റെ അനുമതിയില്ലാതെ ഭാഗവതരുടെ ബയോപിക് നിർമ്മിച്ചതായാണ് ആരോപണം. കുടുംബാവകാശങ്ങളും പകർപ്പവകാശങ്ങളും ലംഘിച്ചുവെന്നും ആരോപണമുണ്ട്. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,505 രൂപ, പവന് 92,040 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,505 രൂപ, പവന് 76,040 രൂപ. വെള്ളി ഗ്രാമിന് 168 രൂപ, കിലോഗ്രാമിന് 1,68,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ലൈവ് അറ്റ് 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം പ്രൈം ഡിബേറ്റ്. മഞ്ജുഷ് ഗോപാൽ ചേരും.